ബിസ്ക്കറ്റ് വേണം നിങ്ങൾക്ക്? നല്ല ഓട്സിന്റെ ചോക്ലേറ്റ് കുക്കീസ് ആണ്. വേണ്ടല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗിറ്റിന്റെ കമ്മിറ്റ് ഹിസ്റ്ററിനെ പറ്റിയാണ്. ഗിറ്റിന്റെ കമ്മിറ്റ് ഹിസ്റ്ററി എപ്പോഴാണ് ക്രിയേറ്റ് ആവുന്നത്, അത് എങ്ങനെയാണ് കാണുന്നത്, കമ്മിറ്റ് ഹിസ്റ്ററിൻ്റെ അകത്ത് ഒരുപാട് മെറ്റാ ഡാറ്റകളുണ്ട്, ഇൻക്ലൂഡിങ് ദാറ്റ് കമ്മിറ്റ് ഐ ഡി കാര്യങ്ങളൊക്കെ. ഓരോ കമ്മിറ്റ് ഐ ഡിയും എന്താണ് ചെയ്യുന്നത്, ഒരു കമ്മിറ്റ് ഐ ഡിയിൽ നിന്ന് വേറെ കമ്മിറ്റ് ഐ ഡിയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഫയലിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്ന് വിത്ത് ആൻ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യും വീഡിയോയിലൂടെ. അപ്പം ഈ കുക്കി കഴിച്ചതിന് ശേഷം വീഡിയോ തുടങ്ങുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിൽ കാണാം. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, എപ്പോഴാണ് കമ്മിറ്റ് ഹിസ്റ്ററീസ് ക്രിയേറ്റ് ആവുന്നത്? നിങ്ങൾ എപ്പം കമ്മിറ്റ് ചെയ്യുന്നോ അന്നേരമൊക്കെ അതിൻ്റെ ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യും. റിയൽ ടൈം എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ബ്രൗസറിൽ ഒരുപാട് വെബ്സൈറ്റ് നിങ്ങൾ ബ്രൗസ് ചെയ്യുന്നുണ്ട്. അപ്പം ബ്രൗസറിന്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ? അതേപോലെ ഇവിടെ കമ്മിറ്റ് എപ്പം ചെയ്യുന്നോ അന്നേരമൊക്കെ കമ്മിറ്റ് ഹിസ്റ്ററി മെയിൻറ്റെയിൻ ആവും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ കമ്മിറ്റ് ഹിസ്റ്ററി എങ്ങനെ കാണാൻ പറ്റും? എങ്ങനെ കാണാമെന്ന് വെച്ചാൽ അതിനുള്ള കമാൻഡാണ് ലോഗ്. അപ്പോൾ ഗിറ്റ് ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ബ്രാഞ്ചിലെ കമ്മിറ്റ് ഹിസ്റ്ററീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലെറ്റ് സീ ദാറ്റ് ഇൻ ആക്ഷൻ വിത്ത് ആൻ എക്സാമ്പിൾ. സോ ഇതാണ് എൻ്റെ VS കോഡ്. ഓൾറെഡി ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്താണ്. ഇവിടെ utils.js എന്ന് പറഞ്ഞ ഫയലുണ്ട്. ഞാൻ ഇവിടെ ഈ VS കോഡിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ടെർമിനലാണ് യൂസ് ചെയ്യുന്നത് ഗിറ്റ് ബാഷിന് പകരം. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് ഗിറ്റ് ലോഗ് എന്ന് കൊടുക്കുകയാണ്. ഗിറ്റ് ലോഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ കണ്ടോ, യുവർ കറന്റ് ബ്രാഞ്ച് മാസ്റ്റർ ഡസൻ ഹാവ് എനി കമ്മിറ്റ് സെറ്റ്. കാരണം ഞാൻ കമ്മിറ്റ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് എന്താ പറയുക, ബ്രാൻഡ് ന്യൂ ഫയലാണ്. അതുകൊണ്ട് ഞാനിവിടെ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ അതിൽ എഴുതിയിട്ടുണ്ട്. ഒരു നമ്പർ എടുക്കും, ജസ്റ്റ് റിട്ടേൺ ചെയ്യും സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ. ഇനി ഞാൻ ഇത് കമ്മിറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു ഫയൽ കമ്മിറ്റ് ചെയ്യണമെങ്കിൽ അത് സ്റ്റേ ചെയ്യണം. സ്റ്റേ ചെയ്തതിന് ശേഷം മാത്രമേ കമ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് ഫസ്റ്റ് പോയി കാണുക, എന്നിട്ട് അതിൻ്റെ ബേസ് പഠിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരിക. ഓക്കെ, ഇനി കുറേ കാര്യങ്ങൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. കാരണം .git ഡയറക്ടറിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോസിലൊക്കെ അതെങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ പറയുന്നതായിരിക്കും. സോ അത് ഫസ്റ്റ് പോയി വാച്ച് ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ഇവിടെ ഞാനിത് എന്ത് ചെയ്യണം, കമ്മിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ആഡ് ചെയ്യണം. അപ്പോൾ ഗിറ്റ് ആഡ് utils.js ആഡ് ചെയ്തതിന് ശേഷം ഞാൻ കമ്മിറ്റ് ചെയ്യും. ഓക്കെ, കമ്മിറ്റ് മെസ്സേജ്, ഇവിടെ ഫസ്റ്റ് കമ്മിറ്റ് എന്ന് കൊടുക്കും, എൻ്റെ അടിക്കുന്നു, കമ്മിറ്റായി. ഓക്കെ, ഇപ്പോൾ മാസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ പർട്ടിക്കുലർ ഫസ്റ്റ് കമ്മിറ്റ് ആയി. ഇനി ഗിറ്റ് ലോഗ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാം, ഹിസ്റ്ററി കാണാം. ആസ് സൂൺ ആസ് ഐ കമ്മിറ്റഡ് ഹിസ്റ്ററി ഹാസ് കം. ഓക്കെ, ഇനി ഞാൻ ഒരു കമ്മിറ്റും കൂടി ചെയ്യാം. ഞാൻ ഒരു ഫംഗ്ഷനും കൂടി ആഡ് ചെയ്യാം, കാരണം അതിൻ്റെ ആവശ്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞുതരാം. ഫംഗ്ഷൻ ക്യൂബ് ദാറ്റ് ഓൾസോ ടേക്സ് എ നമ്പർ ആൻഡ് റിട്ടേൺ ദി ക്യൂബ് ഓഫ് ദ നമ്പർ. സോ n into n. ഓക്കെ, ഇത് രണ്ടാമത്തെ കമ്മിറ്റിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആഡ് ചെയ്യണം, ആഡ് ചെയ്തതിന് ശേഷം കമ്മിറ്റ് ചെയ്യുക. സെക്കൻഡ് കമ്മിറ്റ്, അതും ആഡ് ചെയ്തു. ഇനി ഗിറ്റ് ലോഗ് നോക്കുമ്പോൾ എന്തുണ്ടാവും, 2 കമ്മിറ്റ്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ കമ്മിറ്റ് ഹിസ്റ്ററിയിൽ കുറേ മെറ്റാഡാറ്റ ഉണ്ട്, കമ്മിറ്റ് ഓതർ ഡേറ്റ് കാര്യങ്ങളൊക്കെ. അതൊക്കെ എന്താണെന്ന് നോക്കാം. ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് ദി ഫസ്റ്റ് ലേറ്റസ്റ്റ് കമ്മിറ്റ്. അതിൽ ഒന്നാമത്തെ മെറ്റാഡാറ്റ എന്ന് പറയുന്നത് കമ്മിറ്റാണ്. കമ്മിറ്റിൻ്റെ ഒരു കമ്മിറ്റ് ഐ ഡി ഉണ്ട്. ഓക്കെ, ഈ കമ്മിറ്റ് ഐ ഡി എന്ന് പറയുന്നത് കമ്മിറ്റ് ഹാഷ് എന്ന് പറയും. അത് 40 ക്യാരക്ടറാണ് ടോട്ടൽ ഉണ്ടാവുക. ഇത് എന്തിനാണ് ഗിറ്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓരോ ഓരോ ഫയൽസിനും മൾട്ടിപ്പിൾ വേർഷൻസ് ഉണ്ടാവും. അപ്പോൾ ഗിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ കമ്മിറ്റ് ഐ ഡി യൂസ് ചെയ്തിട്ടാണ്. കാരണം ഇന്ന കമ്മിറ്റ് ഐ ഡിയിൽ എന്തായിരുന്നു ആ ഫയലിൻ്റെ വേർഷൻ, എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങൾ ആ ഫയലിൽ മേക്ക് ചെയ്തത്. ഓക്കെ, അത് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പോൾ ഇതിൽ. അതുകൊണ്ടാണ് ഞാൻ 2 കമ്മിറ്റ് ചെയ്തത്. ഞാനിപ്പോൾ കമ്മിറ്റ് ഗിറ്റ് ലോഗ് കണ്ടു, ഇവിടെ കമ്മിറ്റ്സ് കണ്ടു. ഇനിയിപ്പോൾ എനിക്ക് അറിയണം ഞാൻ എന്തായിരുന്നു ഫസ്റ്റ് കമ്മിറ്റിൽ ആഡ് ചെയ്തതെന്ന് എനിക്ക് അറിയണം.
അപ്പോൾ ഈ ഒരു ക്യൂരിയോസിറ്റിക്ക് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ പുതിയൊരു കമാൻഡ് യൂസ് ചെയ്യും, ചെക്കൗട്ട് എന്ന് പറഞ്ഞത്. ചെക്കൗട്ട് കമാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ കമ്മിറ്റ് ഹാഷിലേക്ക് ചെക്കൗട്ട് ചെയ്യും. ചെക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഈ യൂട്ടിൽസ് ഡോട്ട് ജെ എസ് എന്ന് പറഞ്ഞ ഫയലിൽ എന്താണ് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗിറ്റ് ചെക്കൗട്ട് ഈ ഒരു കമ്മിറ്റ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എൻ്റർ അടിക്കുക. അത് ചെക്കൗട്ട് ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് യൂട്ടിൽസ് ഡോട്ട് ജെ എസ് എന്ന് ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ ഒഴിവായി. കാരണം ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ആഡ് ചെയ്തത് രണ്ടാമത്തെ കമ്മിറ്റിലാണ്, ഒന്നാമത്തെ കമ്മിറ്റിലല്ല. അപ്പം ഇങ്ങനെയാണ് ഗിറ്റ് വേർഷൻസ് മാനേജ് ചെയ്യുന്നത്. അങ്ങനെ വേർഷൻസ് മാനേജ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഏത് വേർഷനിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എപ്പോഴും നിങ്ങൾക്ക് 40 ക്യാരക്ടർ ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ പറ്റുമോ, ഐ മീൻ ചിന്തിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല, ഓർമ്മിച്ചിരിക്കാൻ പറ്റില്ല. അത് അവിടെയാണ് ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞ സിസ്റ്റം വരുന്നത്. അപ്പം ബ്രാഞ്ചിങ്ങിൻ്റെ വീഡിയോസിൽ എത്തുമ്പോൾ അതിനോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഇപ്പം ഇത്രയും മതി. ഓക്കെ, ഞാനിനി തിരിച്ച് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഇവിടെ മെൻഷൻ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ഡയറക്ടറിയിൽ .git ഡയറക്ടറിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഈ ഹെഡ് എന്നുള്ള ഫയലിൽ നിങ്ങൾ ഏത് ബ്രാഞ്ചിലാണോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ പാത്തായിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, പക്ഷേ ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കമ്മിറ്റ് ഐ ഡിയിലേക്കാണോ ഞാൻ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്തത് ഈ ഒരു പർട്ടിക്കുലർ കമ്മിറ്റ് ഐ ഡിയാണ് ഈ ഒരു ഫയൽ ഉണ്ടാവുക. ഇത് നോട്ട് ചെയ്യാം. ഓക്കെ, വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ കുറച്ച് വാർണിങ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കൺസോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വാർണിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ ഈ പഴയ ഗിറ്റ് ലോഗ് നോക്കുക. ഗിറ്റ് ലോഗ് കൊടുത്തു തരാം. എനിക്ക് 2 കമ്മിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒന്നാമത്തെ ലേറ്റസ്റ്റ് കമ്മിറ്റ് ഐ ഡിൻ്റെ തൊട്ടപ്പുറം ഇവിടെ ഹെഡ് എന്ന് പറഞ്ഞ ഒരു സാധനം കണ്ടിട്ടുണ്ട്. ഹെഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ പോയിന്റർ ആണ്. ഓക്കെ, അത് നിങ്ങളുടെ ഹെഡ് എവിടെയാണോ അതായിരിക്കും നിങ്ങളുടെ ആ പർട്ടിക്കുലർ ഫയലിൻ്റെ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഗിറ്റിൻ്റെ കറണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഹെഡ് നമ്മൾ ചെക്കൗട്ട് ചെയ്ത സമയത്ത് ഈ ഹെഡ് എന്ത് ചെയ്തു, ഈ ഒരു പർട്ടിക്കുലർ ഹാഷിലേക്ക് മാറി. അത് നിങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഗിറ്റ് ലോഗ് കൊടുത്താൽ മതി. അപ്പം ഹെഡ് എവിടെയാണ് നിൽക്കുന്നത്? ഹെഡ് ഈ ഒരു പർട്ടിക്കുലർ കമ്മിറ്റ് ഐ ഡിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ബ്രാഞ്ചസിൽ മൾട്ടിപ്പിൾ കമ്മിറ്റ്സ് ഉണ്ടാവും, പക്ഷെ ഹെഡ് നിങ്ങൾക്ക് ഓരോ കമ്മിറ്റിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് ഡിറ്റാച്ച്ഡ് ഹെഡ് സ്റ്റേറ്റ്. ഈ ഒരു വാർണിംഗ് ആണ് ഇവിടെ തന്നത്. ഇതിലേക്ക് ഇപ്പം ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യാം, പുതിയ കമ്മിറ്റ് ചെയ്യാൻ പറ്റും. അതും മാസ്റ്റർ ആയിട്ട് ഒരു ലിങ്ക് ഉണ്ടാവില്ല എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പം ആ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് ബ്രാഞ്ചിങ്ങിൻ്റെ സെക്ഷനിൽ പഠിക്കാം. ഇതിൽ ഞാൻ കൂടുതലായിട്ട് കൊണ്ടുവരുന്നില്ല. ഇനി ഇവിടെ ഞാൻ തിരിച്ച് മാസ്റ്ററിലേക്ക് തന്നെ, അതായത് എൻ്റെ ഡിഫോൾട്ട് ബ്രാഞ്ച്, അതിലേക്ക് തന്നെ ചെക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിങ്ങൾ ഫയൽ കണ്ടോ, ക്യൂബും കൂടി വന്നത് കണ്ടില്ലേ? അപ്പം ഇങ്ങനെയാണ് എന്ത് പറയുന്നത്, ആ കമ്മിറ്റ് ഐ ഡിൻ്റെ ആക്ച്വൽ യൂസ് കേസ് എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടി ഗിറ്റ് ലോഗ് കൊടുക്കുന്നു. ബാക്കിയുള്ള മെറ്റഡാറ്റ ഓരോന്ന് നമുക്ക് നോക്കാം. ഓദർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഗിറ്റ് കമ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഗിറ്റ് ചോദിക്കും നിങ്ങളുടെ യൂസർ നെയിം ആൻഡ് ഇമെയിൽ ഐ ഡി. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ യൂസ് കേസ് പറയാം. നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുക, ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഫ്യൂച്ചറിൽ വന്നു കഴിയും. ഇപ്പം ഒരു കോഡ് പ്രൊഡക്ഷനിൽ പോയി പെട്ടെന്ന് എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ജസ്റ്റ് ഒന്ന് അറിയണം ആരാണ് ആ കോഡ് മൂവ് ചെയ്തത്, എന്താണ് ചേഞ്ചസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ആൾക്കാരുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓദർ ആരാണ് കമ്മിറ്റ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഗിറ്റ് അത് ചോദിക്കുന്നത്. അപ്പം ഫസ്റ്റ് ടൈം നിങ്ങൾ ഗിറ്റ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കോൺഫിഗർ ചെയ്യാൻ അവിടെ തന്നെ വരും, അതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്യേണ്ടതെന്ന്. ആ ടൈമിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ നെയിമും ആ ഇമെയിൽ ഐ ഡിയാണ് ഇവിടെ ഓദറിൻ്റെ സെക്ഷനിൽ വരിക. പിന്നെ ഡേറ്റ് അറിയണ്ട, എപ്പോഴാണ് കമ്മിറ്റ് ചെയ്തതിനുള്ള ഡേറ്റും ടൈമും. പിന്നെ കമ്മിറ്റ് മെസ്സേജ്, നിങ്ങൾ എന്ത് കമ്മിറ്റ് മെസ്സേജ് ആണോ കൊടുത്തത് -m വെച്ചിട്ട് കൊടുക്കുന്നത് അത് ഇവിടെ വരും. ഇത്രയേ ഉള്ളൂ. ഇനി വേറെ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗിറ്റ് ലോഗ് കൊടുക്കുമ്പം ഒരുപാട് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കമ്മിറ്റ്, ഓദർ, ഡേറ്റ്, കമ്മിറ്റ് മെസ്സേജ്. പക്ഷെ ചില കേസിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് എനിക്ക് ആ കമ്മിറ്റ് ഐ ഡി അറിഞ്ഞാൽ മതിയാവും. ഓക്കെ,
അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കിത് കുറച്ചുകൂടി ഷോർട്ട് ആക്കാൻ പറ്റും. എങ്ങനെയാണ് ഷോർട്ട് ആക്കാൻ പറ്റുക വെച്ചാൽ ഗിറ്റ് ലോഗ് വൺ ലൈൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഫ്ലാഗ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം. അത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ടസ്റ്റ് ഫോം ഓഫ് ദാറ്റ് ഗിറ്റ് ലോഗ് കിട്ടും. ഇവിടെ ഈ ഹാഷ് ഐ ഡി എന്ന് പറഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ഗിറ്റ് എടുക്കുന്നത് ഫസ്റ്റ് 7 ക്യാരക്ടർ ആയിരിക്കും. ആ 40 ഹാഷിൻ്റെ ഫസ്റ്റ് 7 ആയിരിക്കും. പിന്നെ കമ്മിറ്റ് മെസ്സേജ് മാത്രം തരും. പിന്നെ ഹെഡും ഏത് ബ്രാഞ്ചിലാണോ നിങ്ങളുള്ളത് അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലും നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു പർട്ടിക്കുലർ ഹാഷില്ലേ, ഇതിപ്പം ഞാൻ പറഞ്ഞു ബൈ ഡിഫോൾട്ട് 7 എടുക്കുന്നത്, ഗിറ്റ് 7 എടുക്കുന്നതെന്ന് പറഞ്ഞു. അത് പിന്നെയും ഷോർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, മറ്റേ ഡോട്ട് ഗിറ്റ് ഡയറക്ടറിയിൽ ഇവിടെ കോൺഫിഗ് എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ട്. ഇത് നിങ്ങൾക്ക് റെപ്പോസിറ്ററി ലെവൽ കോൺഫിഗറേഷൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു കോൺഫിഗറേഷൻ ആഡ് ചെയ്താൽ നമുക്ക് ഇത് ഗിറ്റ് ലോഗിൻ്റെ കമ്മിറ്റ് ഐ ഡിൻ്റെ ലെങ്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കോറിൻ്റെ ഇവിടെ തന്നെ എന്ത് കൊടുക്കുക, അബ്രിവേഷൻ എന്ന് കൊടുക്കുക, അബ്രീഫ് ഇത്ര മാത്രം. ഓക്കെ, എന്നിട്ട് ഈക്വൽ ടു എത്ര നമ്പർ, അതായത് ലെങ്ത് എത്രയാണ്, ഈ ഹാഷിൻ്റെ ലെങ്ത് എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് അതിവിടെ മെൻഷൻ ചെയ്യുക. പക്ഷെ മിനിമം 4 ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ഇൻഡെക്സ് എന്തോ ഒരു എറർ കിട്ടും. ഓക്കെ, ആ എറർ എന്താണെന്ന് കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ 3 എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് സേവ് ചെയ്യാണ്. എന്നിട്ട് ഗിറ്റ് ലോഗ് കൊടുക്കുകയാണ്. ഓക്കെ, കണ്ടോ ഇവിടെ അബ്രീവ് ലെങ്ത് ഔട്ട് ഓഫ് റേഞ്ച്. ഓക്കെ, അത് 4 ആക്കി മാറ്റാം. 4 ആക്കി മാറ്റിയിട്ട് ഗിറ്റ് ലോഗ് കൊടുക്കുകയാണ്. അയ്യോ, ഗിറ്റ് ലോഗിൽ ഇപ്പം 40 ഡിജിറ്റ് തന്നെയല്ലേ വന്നത്, അപ്പോൾ അത് എടുക്കുന്നില്ലേ? അത് എടുക്കായിട്ടല്ല, ഗിറ്റ് ലോഗ് ഓൾവേസ് വിൽ ഡിസ്പ്ലേ 40 ക്യാരക്ടേഴ്സ് ഓഫ് ഹാഷ്. പക്ഷേ ഷോർട്ടൻ ചെയ്യുന്ന ഫ്ലാഗ് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പം ബൈ ഡിഫോൾട്ട് ഇവിടെ 7 ഉള്ളത് അത് റെഡ്യൂസ് ചെയ്യാനും അത് ഇൻക്രീസ് ചെയ്യാനും പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കോൺഫിഗിൽ അബ്രീവ് എന്ന് പറഞ്ഞ ആ കാര്യം കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ, ഗിറ്റ് ലോഗ് 1 ലൈൻ്റെ കൂടെ റൺ ചെയ്താൽ അത് അവിടെ എഫക്റ്റ് ചെയ്യും. ഞാൻ അവിടെ 4 ആണ് കൊടുത്തത്. അപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് 4 ക്യാരക്ടർ ഓഫ് ദാറ്റ് ഹാഷ് വിൽ ഡിസ്പ്ലേ. ഇതാണ് ടിപ്സ്. ഇനി ഇതിലെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇനിയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇത്ര അറിഞ്ഞാൽ മതി ആസ് എ ബിഗിനർ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താലേ അത് അങ്ങ് പോവുള്ളൂ, ഗ്രോത്ത് ആവുള്ളൂ. പിന്നെ വീഡിയോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നല്ല, ചെയ്യൂ. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.